ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ 3 സെക്ടർ മോഡൽ. നമ്മൾ ഓൾറെഡി 2 സെക്ടർ മോഡലിനെ കുറിച്ച് നോക്കിയതായിരുന്നു. 3 സെക്ടർ മോഡൽ ഈസി ആയിട്ടൊരു കൺസെപ്റ്റാണ്. 2 സെക്ടർ മോഡൽ നോക്കാത്തവർ ആ വീഡിയോയും കൂടെ നോക്കിയിട്ട് വരുവാണെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. 3 സെക്ടർ മോഡലിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഹൗസ് ഹോൾഡ് കൺസംഷൻ, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ ഗവൺമെൻറ് ആണ് അഡീഷണൽ ആയിട്ട് 3 സെക്ടർ മോഡലിൽ വന്നേക്കുന്നത്. 2 സെക്ടർ മോഡലിൽ നമ്മൾ ഹൗസ് ഹോൾഡും ബിസിനസ്സും നോക്കിയതായിരുന്നു. ആ ഇക്വേഷനിൽ നോക്കുവാണെങ്കിലും C+I+G. 2 സെക്ടർ മോഡലിൽ C+I കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 3 സെക്ടർ മോഡലിൽ ഗവൺമെൻറ്റും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. സിൻസ് ദർ ഈസ് നോ ഫോറിൻ സെക്ടർ, GDP ആൻഡ് നാഷണൽ ഇൻകം ആർ ഈക്വൽ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോറിൻ സെക്ടർ ഇല്ലെങ്കിൽ, അതായത് ഫോറിൻ സെക്ടർ എന്ന് മീൻ ചെയ്യുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതില്ലാത്തത് കൊണ്ട് GDPയും അതേപോലെ നാഷണൽ ഇൻകവും എങ്ങനെ ഇരിക്കും? നാഷണൽ ഇൻകവും ഈക്വൽ ആയിരിക്കും. സോ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സർക്കുലർ ഫ്ലോ ഇൻ 3 സെക്ടർ എക്കോണമി. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 സെക്ടർ എക്കോണമിയിൽ ഉണ്ടാകുന്ന സർക്കുലർ ഫ്ലോനെ കുറിച്ചാണ്. നമ്മളിത് ഓൾറെഡി ഹൗസ് ഹോൾഡും അതേപോലെ ബിസിനസ് ഫേംസും 2 സെക്ടർ എക്കോണമിയിലെ സർക്കുലർ ഫ്ലോ നമ്മൾ നോക്കിയതായിരുന്നു. അത് തന്നെയാണ് ഇവിടെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. സോ ജസ്റ്റ് നമ്മളിത് പെട്ടെന്ന് നോക്കാം. ഹൗസ് ഹോൾഡ് യൂഷ്വലി ഫാക്ടർ സർവീസസ് ബിസിനസ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ബിസിനസ്സിന് അതിന് പകരം, അതായത് ബിസിനസ് ഫാക്ടർ സർവീസസ് അവർ യൂസ് ചെയ്തിട്ട് ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിന് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് പേഴ്സണൽ ഇൻകം ആണ്. അതേപോലെ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? അവരുടെ കൺസംഷന് വേണ്ടി ഗുഡ്സ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നു. അത് അവരുടെ എക്സ്പെൻഡിച്ചറാണ്. ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് അത് അവരുടെ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഈ എക്സ്പെൻഡിച്ചർ മേടിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു? ബിസിനസ് ഹൗസ് ഹോൾഡിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് 2 സെക്ടർ മോഡലിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഗവൺമെൻറ്റിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം, യൂഷ്വലി ഗവൺമെൻറ് ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്. അത് ഹൗസ് ഹോൾഡ് സെക്ടേഴ്സിലിരുന്നും ബിസിനസ് സെക്ടേഴ്സിലിരുന്നും ടാക്സ് ഗവൺമെൻറ് ചാർജ് ചെയ്യും. അതിന് പകരമായിട്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് സെക്ടേഴ്സിന് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ പെൻഷനൊക്കെ പോലെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ ബിസിനസ്സിന് വേണ്ടി സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ യൂഷ്വലി പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്നോവേഷന് വേണ്ടി, എക്സ്പോർട്സിനൊക്കെ വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് മാർക്കറ്റിലിരുന്ന് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു. അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിലിരുന്ന് ബോറോയിങ്സും ഗവൺമെൻറ് ചെയ്യുന്നു. ഇത് നമ്മൾ അടുത്ത പോയിന്റിൽ നോക്കാം. അടുത്ത് പറയുന്നത് റോൾ പ്ലേഡ് ബൈ ദ ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടേഴ്സിൻ്റെ മെയിൻ റോളാണ് പറയുന്നത്. ടാക്സസ് ഓൺ ഹൗസ് ഹോൾഡ്, അതേപോലെ ബിസിനസ് സെക്ടേഴ്സ്. നമ്മളിപ്പോൾ നോക്കിയതാണ്, ഹൗസ് ഹോൾഡിലിരുന്നു ബിസിനസ് സെക്ടേഴ്സിലിരുന്നു എന്ത് ചെയ്യുന്നു? ടാക്സ് ചാർജ് ചെയ്യുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പർച്ചേസിങ് ഫണ്ടായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അതേപോലെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ടു ഹൗസ് ഹോൾഡിന് യൂഷ്വലി ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നു. അതേപോലെ ബിസിനസ് സെക്ടേഴ്സിന് സബ്സിഡീസ് കൊടുക്കുന്നു. ഗവൺമെൻറ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ബിസിനസ് സെക്ടേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ഹൗസ് ഹോൾഡ് സെക്ടേഴ്സ്. ഗവൺമെൻറ് ഗുഡ്സും സർവീസസും ബിസിനസ് സെക്ടേഴ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ആ ഡയഗ്രത്തിൽ നോക്കിയതാണ്. അതേപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലേബേഴ്സ് ഒക്കെ ഹൗസ് ഹോൾഡ് സെക്ടേഴ്സിൽ നിന്നും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്ന പോയിന്റാണ് ഗവൺമെൻറ് ബോറോയിങ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ടു ഫിനാൻസ് ദ ഡെഫിസിറ്റ്, ടാക്സ് ഫോൾ ഷോർട്ട് ഓഫ് ഗവൺമെൻറ് പർച്ചേസ്. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു റവന്യൂ ആണ് ടാക്സ് റവന്യൂ. സപ്പോസ് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ടാക്സ് റവന്യൂവിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ, അതെന്ത് ക്രിയേറ്റ് ചെയ്യും? അതായത് ഒരു ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഗവൺമെൻറ്റിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ബോറോയിങ്സ് എടുക്കും. അതാണ് ഇവിടെ പറയുന്നത് ടാക്സ് ഫോൾ ഷോർട്ട് ഓഫ് ഗവൺമെൻറ് പർച്ചേസ്. ഓക്കെ അല്ലേ? അതായത് സ്പെൻഡിങ് റവന്യൂവിനേക്കാളും കൂടുതലായിട്ട് വന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഗവൺമെൻറ് ഫിനാൻസ് മാർക്കറ്റിൽ ഇരുന്ന് അവർ ബോറോ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടേഴ്സിൽ ഉണ്ടാകുന്ന 2 ഫ്ലോസിനെ കുറിച്ചാണ്, അതായത് ലീക്കേജസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗസ് ഹോൾഡ് സെക്ടേഴ്സിന് മെയിനായിട്ട് ഉണ്ടാകുന്ന ഫ്ലോ ആണ് സേവിങ് ഫ്ലോ, അതേപോലെ ടാക്സ് പേയ്മെൻറ്റ്സും. ടാക്സ് നമുക്ക് അറിയാം, അത് ലീക്കേജ് ആണ്. പക്ഷേ സേവിങ്സ് എന്തുകൊണ്ടാണ് ലീക്കേജ് ആവുന്നത്? നമ്മൾ കൺസംഷന് യൂസ് ചെയ്യുന്ന എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അത് കൺസംഷൻ പർപ്പസിനോ അതോ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൻ്റെ സ്പെൻഡിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സേവിങ്സിനെ ഇവിടെ ലീക്കേജ് ആയിട്ട് പറയുന്നത്. സേവിങ് ലീക്കേജ് ഫ്ലോ ഇൻ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്, വിച്ച് മീൻസ് ദാറ്റ് part is saved and held in the form of some financial asset, bank deposit, bonds, equities, etc. അതായത് ഇവിടെ പറയുന്നത് സേവിങ്സ് നമ്മൾ ലീക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്താലും ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സേവിങ്സ് എത്തുന്നില്ല. അത് ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടോ ബോണ്ട്സ് ആയിട്ടോ ഇക്വിറ്റീസ് ആയിട്ടാണ് അവിടെ ഉള്ളത്.
പക്ഷേ ടാക്സ് എങ്ങനെയാണ്? ടാക്സ് ഗവൺമെന്റ് സെക്ടറിലാണ് ടാക്സ് പോകുന്നത്. ഓക്കെ അല്ലേ? ഈ ജസ്റ്റ് ഈ പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻജക്ഷൻ ഇസ് ഷോൺ ആസ് എ ഫ്ലോ ഫ്രം ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ടു ബിസിനസ് സെക്ടർ. നമ്മൾ ഈ ഡയഗ്രം നോക്കാം. ഈ ഡയഗ്രത്തിൽ പറഞ്ഞേക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇരുന്ന ഒരു ഇഞ്ചക്ഷൻ പോലെയാണ് ബിസിനസ് സെക്ടേഴ്സിൽ എത്തുന്നത്. ഓക്കെ അല്ലേ? ഈ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത് പറയുന്നത് എന്താ? ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് മണി റെപ്രസെന്റ് ആൻഡ് ഫ്ലോ ഓഫ് ഫണ്ട് ലെൻ ടു ദ ബിസിനസ് സെക്ടർ. അതായത് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്? ബിസിനസിനെ ലെൻ ചെയ്ത ഒരു ഫണ്ടാണ്. ദ 3 sector Keynesian model is commonly constructed assuming that government purchases are autonomous. This is not a realistic assumption, but it will simplify our analysis. അതായത് 3 sector മോഡലിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഗവൺമെന്റിന്റെ പർച്ചേസസ് എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് പർച്ചേസസ് ഒരു ഓട്ടോണമസ് ആയിരിക്കും. അത് നമ്മൾ ഡയഗ്രത്തിൽ നോക്കാം. അത് പക്ഷേ റിയലിസ്റ്റിക് അസംഷൻ ആണോ? റിയലിസ്റ്റിക് ആയിട്ട് ഒരു അസംഷൻ അല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ അനാലിസിസിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത് ഓട്ടോണമസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ? C+I+G. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ C+S+T. I ഇൻവെസ്റ്റ്മെന്റ് ആണ്, G എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? അഗ്രിഗേറ്റ് സപ്ലൈയിൽ C+S+T ആണ് പറയുന്നത്. S സേവിങ്സും T ടാക്സുമാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് Y അഗ്രിഗേറ്റ് സപ്ലൈ. Y ഇൻകം അഗ്രിഗേറ്റ് സപ്ലൈ ആണ് ഇവിടെ പറയുന്നത്. ഇത് വേറൊരു രീതിയിൽ നമുക്ക് പറയുവാണെങ്കിൽ C+I+G C+S+T. ഇത് താഴെ ഒരു ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രം നോക്കാം. The autonomous expenditure components, namely investment and government spending, do not directly depend on income and are exogenous variables determined by the factors outside the model. The autonomous expenditure components are horizontal as their level does not depend on Y. C+I+G schedule. ഗവൺമെന്റും അതേപോലെ ഇൻവെസ്റ്റ്മെന്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഓട്ടോണമസ് ആയിരിക്കും. ഔട്ട്സൈഡ് ദ മോഡലിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് വഴിയാണ് ഇത് യൂഷ്വലി ചേഞ്ച് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗവൺമെന്റ് പോളിസീസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ടെക്നോളജിക്കൽ പ്രോഗ്രസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് ഇത് യൂഷ്വലി ചേഞ്ച് ചെയ്യാറുള്ളത്. അടുത്ത പോയിന്റ് ഇവിടെ പറയുന്നത് ദ ലൈൻ S+T ഇൻ ദ ഗ്രാഫ് പ്ലോട്ട്സ് ദ വാല്യൂ ഓഫ് സേവിങ്സ് പ്ലസ് ടാക്സസ്. ദിസ് ഷെഡ്യൂൾ സ്ലോപ്പ് അപ്വേർഡ് ബിക്കോസ് സേവിങ്സ് വേരീസ് പോസിറ്റീവ്ലി വിത്ത് ഇൻകം. അതായത് ഇവിടെ പറയുന്നത് സേവിങ്സ് പ്ലസ് ടാക്സ് ഇത് പോസിറ്റീവ് ആയിട്ട്, അത് സ്ലോപ്പ് അപ്വേർഡ്സ് അല്ലേ. ഇതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് വഴി സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ഇതും നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയിരിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഇൻകം. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് വി ഷാൽ നൗ സി വൈ അതർ പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ്സ് ആർ ദ നോട്ട് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. ഒരു ഗ്രാഫിൽ ഇക്വിലിബ്രിയം എന്നൊരു പോയിന്റ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള പോയിന്റ്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം ആയിട്ട് എടുക്കാത്തത്? അതിന്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. സപ്പോസ് നമ്മൾ ഇൻകത്തിന് താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് ജനറേറ്റ് കൺസംഷൻ അവിടെ ജനറേറ്റ് ചെയ്യും. ആ കൺസംഷൻ ആണ് നമ്മൾ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് I+G. പക്ഷേ നമ്മൾ എടുക്കുന്ന കൺസംഷൻ അവിടെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സീഡ്സ് ദ ഇൻകം. ഇൻകത്തെക്കാളും ഡിമാൻഡ് അവിടെ എക്സസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അതിന്റെ പ്രോബ്ലം എന്താണ്? അത് താഴെ പറയുന്നുണ്ട്. ഇൻകത്തെക്കാളും ഡിമാൻഡ് ഇങ്ങനെ എക്സസ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ഫേംസ് അവരുടെ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേം 150 യൂണിറ്റ്സ് സപ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താ? The demand of the people are not willing to buy all that is produced. അവർ എക്സസ് ആയിട്ട് 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ 50 യൂണിറ്റ്സിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഓൺലി 30 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണോ? അതാണ് ആ പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്. 30 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്ത ബാക്കി 20 യൂണിറ്റ്സ് എന്താണ്? എക്സസ് ഇൻവെന്ററീസ്. ബാക്കി 20 യൂണിറ്റ്സ് എക്സസ് ഇൻവെന്ററീസ് ആണ്. ഈ 20 യൂണിറ്റ്സ് അവരുടെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുന്നു. ഫ്യൂച്ചർ പ്രൊഡക്ഷൻ 100 യൂണിറ്റ്സ് അവർ ഇനി പ്രൊഡ്യൂസ് ചെയ്യണോ? വേണ്ട, 80 യൂണിറ്റ്സ് ഇനി പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. എക്സസ് ഇൻവെന്ററീസ് വിൽ ലീഡിങ് ബിസിനസ് ടു റെഡ്യൂസ് ദ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ. എംപ്ലോയ്മെന്റ് വിൽ ഡിക്ലൈൻ. എംപ്ലോയ്മെന്റ് എങ്ങനെയിരിക്കും? അത്ര 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി, എംപ്ലോയ്മെന്റ് അവിടെ കുറയും. ആൻഡ് ഔട്ട്പുട്ട് വിൽ ഫോൾ ബാക്ക് ടു ദ ഇക്വിലിബ്രിയം ലെവൽ. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ തിരിച്ച് എത്തുന്നു. ഓക്കെ ആണോ? ഞാൻ ഈ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. എക്സാക്ട് സംഭവിക്കുന്നത് ഇൻകത്തെക്കാളും ഡിമാൻഡ് എക്സസ് ആയിരിക്കും. ആ സിറ്റുവേഷനിൽ ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നത്? ഇത് ഫേംസ് ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നു. പക്ഷേ അത്രയും യൂണിറ്റ്സ് അവർ റൈസ് ചെയ്യുവാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ യൂണിറ്റ്സും കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യില്ല. അപ്പം നമുക്ക് എക്സസ് ഇൻവെന്ററീസ് എന്ന സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആകും. അത് ഫ്യൂച്ചർ പ്രൊഡക്ഷനെ ബാധിക്കും. ഫ്യൂച്ചർ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് കൊണ്ട് അത് ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിനെ ബാധിക്കുന്നു. പിന്നീട് അത് ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഫോൾ ബാക്ക് ടു ദ ഇക്വിലിബ്രിയം ലെവൽ. ഇറ്റ് ഈസ് ഓൺലി അറ്റ് വൈ ദ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതുകൊണ്ടാണ് വൈ എന്ന പർട്ടിക്കുലർ പോയിന്റിലാണ് ഡിമാൻഡും അതേപോലെ തന്നെ ഇൻകവും ഈക്വൽ ആകുന്നത്. There is no inventory shortfall accumulation, consequently no tendency of
ഔട്ട്പുട്ട് ടു ചേഞ്ച്. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം എന്ന പോയിന്റിൽ എന്ത് സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന പർട്ടിക്കുലർ പോയിന്റിലാണെങ്കിൽ എല്ലാം ഈക്വൽ ആയിട്ടുണ്ട്, അവിടെ ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല, ഔട്ട്പുട്ട് അവിടെ ചേഞ്ച് ചെയ്യില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇതാണ് ഈ പാരഗ്രാഫിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന പോയിന്റിൽ നമ്മൾ എടുക്കാതെ വേറെ ഏതെങ്കിലും പോയിന്റിൽ സപ്പോസ് എടുക്കുവാണെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നും കൂടെ വായിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അടുത്ത് നമ്മൾ പ്രോബ്ലംസ് ആണ് അടുത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ 4 സെക്ടർ എക്കോണമിനെ കുറിച്ച് നമ്മൾ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.